തെയ്യം അണിയറയിൽ നിന്ന് തിരുമുറ്റത്ത് വരുന്നു. ദൈവം തിരുമുറ്റത്ത് പള്ളിയറയ്ക്ക് സമീപം വന്ന് ഉറഞ്ഞാടുന്നു. ധർമ്മദൈവം എന്നും ഈ ദൈവത്തെ അറിയപ്പെടുന്നുണ്ട്. ക്ഷേത്രത്തിലെ ദേവീദേവന്മാരെ ഉപവസിച്ച് കുടിയിരുത്തിയ കാരണവർ പിൽക്കാലത്ത് ദേവീദേവന്മാരുടെ അനുഗ്രഹം കൊണ്ട് ദൈവക്കരുവായി മാറി എന്നാണ് വിശ്വാസം. തുടർന്ന് കരിവേടൻ ദൈവത്തിൻ്റെ രംഗപ്രവേശമാണ്. ശിവന്റെ പ്രതിരൂപമാണ് കരിവേടൻ ദൈവം. ഗണപതിയുടെ അംശാവതാരം കൂടിയാണ് ഈ സങ്കല്പം. തുടർന്ന് ഗുളികൻ തിറ. ശ്രീ മഹാദേവന്റെ ഇടത്തെ പെരുവിരലിൽ നിന്ന് കാലിനില്ലാത്ത കാലത്ത് സൃഷ്ടിക്കപ്പെട്ട ദേവത. ആരംഭത്തിൽ നീളമുള്ള കറുത്ത മുടിയോടുകൂടിയ രൂപമാണ് ആടാറുള്ളത്. മുഖത്ത് കണ്ണാമ്പാളയും അരയിൽ കുരുത്തോലയുടെ ഒലിയുടുപ്പും കയ്യിൽ ത്രിശൂലവും നാഗശരീരം പോലെ ഉയർന്ന കുരുത്തോല മുടിയുള്ള ഗുളികൻ അഭ്യാസപടുവായ ദൈവമാണ്. കാലാര് സൃഷ്ടിച്ച ഈ ദേവത ജീവിത ദർശനങ്ങളെ സൂക്ഷ്മമായി പരാമർശിക്കുന്നു. 16 വയസ്സുവരെ മാത്രം ആയുസ്സുള്ള മാർക്കണ്ഡേയൻ ജീവിതകാലം നീട്ടിക്കിട്ടുവാൻ ശിവാരാധനയിൽ മുഴുകിയ കാലത്ത് കാലനില്ലാത്ത കാലത്തെ കാലനായി ഗുളികൻ കർത്തവ്യ നിർവഹണത്തിനായി എത്തിച്ചേർന്നു. ശിവലിംഗം കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന മാർക്കണ്ഡേയനെയാണ് ഗുളികൻ കണ്ടത്. തൻ്റെ കർമ്മത്തിന് വിഘ്നം വരുത്താൻ പാടില്ല എന്നതിനാൽ മാർക്കണ്ഡേയനെ ശിവലിംഗമടക്കം ബന്ധനസ്ഥനാക്കി. ഇതിൽ കലിപൂണ്ട ശിവൻ കാലചക്രം എറിഞ്ഞു. ഉടനെ ഗുളികൻ അപ്പുകൊണ്ട പാതാളത്തിൽ പോയി 12 വർഷം ഒളിച്ചിരിക്കുകയും കാലനില്ലാത്ത ജഗത്തിൽ എല്ലാവരും വിഷമിക്കുകയും ചെയ്തു. ത്രിമൂർത്തികൾ ഇടപെട്ടതിനാൽ 12 വിധത്തിലുള്ള ഗുളികന്മാരായി ഗുളികൻ ഭൂമിയിലേക്ക് തിരിച്ചു വന്നു. അഷ്ടനാഗങ്ങളായ അനന്തൻ, വാസുകി, തക്ഷകൻ, കാർക്കോടകൻ, കുലിനീശങ്കൻ, തേഷ്ടപത്മൻ, മഹാപത്മൻ, ഗുളികൻ. നാഗവംശത്തിൽപ്പെട്ട രൂപമാണ് ഗുളികന്. പാമ്പിൻ്റെ പത്തിയുമായി മുഖത്തിനും മുടിക്കും ബന്ധമുണ്ട്. നാഗപടത്തിൻ്റെ രൂപസാദൃശ്യം മുടിയിൽ കാണാം. മറ്റൊരു വിധത്തിലും ഗുളിക സങ്കല്പമുണ്ട്. ലോകത്തിൻ്റെ തെക്കുഭാഗം യമധർമ്മന് വിധിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ഗുളികൻ തറ എപ്പോഴും ക്ഷേത്രത്തിൻ്റെ ദക്ഷിണ ഭാഗത്തായിരിക്കും. ശിവാംശജാതനായ ഗുളികൻ ജീവജാലങ്ങളുടെ മരണസമയത്ത് ജീവനെ കൊണ്ടുപോകുന്ന ദേവനാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. കാലൻ, അന്തകൻ, യമൻ, കാലാന്തകൻ എന്നീ പേരുകളിലും ഗുളികൻ അറിയപ്പെടുന്നു. കുരുത്തോലയുടെ വഞ്ചിയും കയ്യിൽ ദണ്ടും കുരുത്തോല കൊണ്ട് കെട്ടിയ നാഗോരവും അരിച്ചാന്ത് പൂശിയ ദേഹത്ത് 3 കറുത്ത വരകളുമായി ഗുളികൻ ദൈവം. വെള്ളാട്ടമായി രംഗത്ത് വരുന്നത് അന്തകനും മുടിവച്ചാൽ വിശ്വരൂപവുമാണത്രേ. ഭൂമി മുതൽ ആകാശം വരെ നീണ്ട മുടിയും ഭൂമിയുടെ കിഴക്കേ അറ്റം മുതൽ പടിഞ്ഞാറേ അറ്റം വരെ നീണ്ട ദണ്ടും ത്രിശൂലവുമേന്തിയ വിശ്വരൂപം. കാഞ്ഞിരം, എരിഞ്ഞി, ചെമ്പകം, പാല എന്നീ വൃക്ഷങ്ങളിൽ ദേവന്റെ സാന്നിധ്യം. വെറ്റിലടക്ക ദക്ഷിണ കൊടുത്തതിന് ശേഷമുള്ള വരവിളിത്തോറ്റം, അതിനുശേഷം വെള്ളകെട്ട് എന്ന ചടങ്ങ് നടത്തുന്നു. തുടർന്ന് കൊടിയില വാങ്ങുന്ന ചടങ്ങാണ്. ദേവചൈതന്യം ആവാഹിച്ച് കോലക്കാരനിൽ ആവേശിപ്പിക്കുന്ന ക്രിയയാണത്. ശേഷം തിരുമുടി അണിഞ്ഞ് ദൈവം ഉറഞ്ഞാടുന്നു.